മാതാവ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ അടുത്ത ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാകും സംഘം. സൈബർ വിദഗ്ധരും അന്വേഷണ സംഘത്തിലുണ്ടാകും. YS അഭിനന്ദുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, നടുക്കമുണ്ടാക്കിയ വാർത്തയാണ് ആ 4 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്നത് എന്നത്. അതിലുമേറെ ഉള്ളുലയ്ക്കുന്നതാണ് ഇന്ന് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഏറ്റവും അടുത്ത ബന്ധു തന്നെ ഇങ്ങനെ ഒരു കൊടും ക്രൂരത ആ കുട്ടിയോട് കാട്ടി. അന്വേഷണം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇതിൽ ആരെങ്കിലും ഈ ക്രൂരത, ഈ ചൂഷണം അറിഞ്ഞിരുന്നുവെന്ന് അമ്മയോടടക്കം ആ കാര്യങ്ങളിലൊക്കെ മൊഴിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളതും ഈ കേസന്വേഷണത്തിൽ വളരെ നിർണായകവുമാണ്. എന്താണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? ഗോകുൽ, അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ കേസ് ഇനി മുതൽ അന്വേഷിക്കുക. സൈബർ സംഘത്തിലെ വിദഗ്ധരും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. വിശദമായ ഒരു ഫോറൻസിക് പരിശോധനയിലേക്കും കടക്കുന്നുണ്ട്. അടുത്ത ബന്ധുവാണ് നിലവിൽ ഇപ്പോൾ പുത്തൻകുരിശ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിലും ആ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി ഒരു വിശദമായ ചോദ്യം ചെയ്യലിനാണ് നേതൃത്വം നൽകുക. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നതായിരിക്കും നാളെ ആയിരിക്കും അതിൽ വ്യക്തത വരിക എന്ന് പറഞ്ഞു. ഈ അയൽവാസികളോടും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ പ്രതികരണത്തിനൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. നാളെ അത് അറിയാമല്ലോ, ഇതിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്നതാണ് അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത ബന്ധു എന്നെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ അമ്മയെ വിശദമായി തന്നെയാണ് എറണാകുളം ചെങ്ങമനാട് പോലീസ് ചോദ്യം ചെയ്തത്. ഈ സംഭവം ഉണ്ടായതിന് ആ ദിവസം 8 മണിയോടുകൂടി അമ്മയെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡി എടുത്ത ശേഷം ചോദ്യം ചെയ്യുമ്പോഴെല്ലാം അമ്മ മൊഴികളിൽ വൈരുദ്ധ്യം കാണിക്കുമെന്ന് ഇന്നലെ റൂറൽ SP M ഹേമലത വ്യക്തമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ അമ്മ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ടേക്ക് ഓരോ ചോദ്യം ചെയ്യലിനും അമ്മ പലതരത്തിലുള്ള മൊഴികളാണ് നൽകുന്നത്. ഇന്നലെയും അത് അങ്ങനെ തന്നെ തുടർന്നു. ഐസ്ക്രീമിൽ വിഷം കലർത്തി എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ടോർച്ച് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ നേരത്തെയും ശ്രമമുണ്ടായി എന്നടക്കമുള്ള ആരോപണങ്ങൾ അമ്മയ്ക്ക് നേരെ ഉയർന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ചോദ്യം ചെയ്യലിനൊന്നും അമ്മ ഒരു മറുപടി നൽകിയിരുന്നില്ല. അമ്മയുടെ മാനസിക പ്രശ്നം മൂലം അല്ലെങ്കിൽ കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വന്നത്. ഇന്നലെയും ഒക്കെ കേരള മനസാക്ഷി അത്തരത്തിലേക്ക് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇത് അമ്മ നേരിട്ട് തന്നെ നടത്തിയ ഒരു കൊലപാതകം, അമ്മയുടെ മാനസിക പ്രശ്നം, കുടുംബ പ്രശ്നം, അമ്മയ്ക്ക് കുഞ്ഞിനെ സഹോദരങ്ങൾ ലാളിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം, മുത്തശ്ശി ലാളിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം അടക്കമാണ് ഇത്തരത്തിലെ കൊലപാതകത്തിലെ നയിച്ചതെന്നടക്കമുള്ള മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിലേക്ക് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഈ കുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. ഏതാണ്ട് 1 വർഷക്കാലമായി ഇത്തരത്തിലേക്ക് ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് എന്നുള്ളത് ഇപ്പോഴും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നാളെയോടുകൂടി അതിനകത്തൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിലെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയ്ക്ക് ഇത്തരത്തിലേക്ക് മനം നൊന്താണോ ഈ കൊലപാതകം ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരിക. എന്തായാലും ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. സൈബർ ടീം അടക്കം വിദഗ്ധ സംഘം അതിനകത്ത് ഉണ്ടാവുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രാത്രിയിലും വളരെ തിരക്കിട്ട നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലേക്ക് ഇന്ന് കടക്കുമോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഒരുപക്ഷെ ഇനി കുട്ടിയുടെ മാതാവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയ ശേഷമായിരിക്കുമോ അറസ്റ്റ്? അങ്ങനെ തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസ് ഒരു അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടിയുള്ള അന്വേഷണമാണ് ഈ രാത്രിയിൽ നടത്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ വിവരങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിലും അവർ നൽകുന്നില്ല. അമ്മയെ നാളെ ആയിരിക്കും കസ്റ്റഡിയിൽ വാങ്ങാൻ, അമ്മയെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകും. നോട്ടീസ് നൽകിയതിന് ശേഷം ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ്. ഇന്നലെയും അമ്മയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും മൊഴികളിൽ ഒരു വൈരുദ്ധ്യം ഇന്നലെ തന്നെ റൂറൽ SP M ഹേമലത വ്യക്തമാക്കിയിരുന്നു. ബന്ധുക്കളെ ചോദ്യം ചെയ്യണമെന്ന് എടുത്ത് ഇന്നലെ M ഹേമലത പറഞ്ഞിരുന്നു. കാര്യം ബന്ധുക്കളെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കൊലപാതകത്തിന് ചുരുളഴിയുമെന്ന് അവർ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സംസാരിച്ചിരുന്നു. പ്രാഥമികമായ ഘട്ടം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ബന്ധുക്കളെ, അംഗനവാടി ടീച്ചർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അത് ആ ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അന്വേഷണ സംഘം പോയിരുന്നത്. അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോയിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ അടുത്ത ബന്ധുവിനെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ പോലീസ് സംഘം അടക്കം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗം
ഭാഗമായിട്ടാണോ എന്നറിയില്ല. കൂടുതൽ ആളുകൾ ഈ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അത് നേരത്തുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നതിൽ കൃത്യമായി നമുക്ക് ഒരു വിവരം ലഭിക്കുന്നില്ല. കാരണം അതീവ രഹസ്യ സ്വഭാവത്തോടുള്ള അന്വേഷണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം കോൺഫിഡൻഷ്യലായിട്ടാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു നടപടിയിലേക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നത് അവരുടെ പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. കാര്യം അവരൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ വലിയ വിഷയമാക്കേണ്ട, ഈ രാത്രിയിൽ നാളെ കേരളം മുഴുവനും ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നൊക്കെയാണ് അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അടുത്ത ബന്ധുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന, ബന്ധുവായിരുന്ന ഒരാളാണ് ഇത്തരത്തിലേക്കൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടെത്തിച്ചത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മനം നൊന്താണോ ഈ അമ്മ കുട്ടിയെ പുഴയിൽ എറിഞ്ഞത് എന്നുള്ള അടക്കമുള്ള കാര്യത്തിൽ നാളെയോടുകൂടി അല്ലെങ്കിൽ ഇന്നോടുകൂടി അതിൽ വ്യക്തത വരും. ഗോകുൽ, ശരി. ഏതായാലും ആ 4 വയസ്സുകാരി നേരിട്ടത് കൊടിയ പീഡനമാണ്. ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിരയായി ആ കുട്ടി എന്നതും ഈ മണിക്കൂറിൽ വന്ന വിവരമാണ്. ഇന്ന് രാത്രി വന്ന അങ്ങേയറ്റം ഉള്ളിലേക്കുന്ന വിവരമാണ്. ഏതായാലും ആ കാര്യം അമ്മയ്ക്കോ മറ്റ് ബന്ധുക്കൾക്കോ അറിവുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ഏതായാലും ഈ കുട്ടിയുടെ മാതാവിനെ, ഇപ്പോൾ റിമാൻഡിലുള്ള മാതാവിനെ വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം ഫോറൻസിക് സംഘത്തിൻ്റെ ഉൾപ്പെടെ സഹായത്തോടുകൂടി പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് തന്നെ ആ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്.